കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ മോളെ? എല്ലാം ഉള്ളിലൊതുക്കി ഇത്ര കാലം എങ്ങനെ കഴിഞ്ഞു? അച്ഛനോട് പറയാറുന്ന എന്താ? അമ്മയുടെയും നന്ദുവിന്റെയും വാക്കുകൾ ഓർമ്മിച്ചിട്ടാ അച്ഛ ഒന്നും ഞാൻ അച്ഛനെ അറിയിക്കാതിരുന്നേ. വിഷമം ഞാൻ സഹിച്ചാലും കുടുംബത്തിലൊരു പ്രശ്നവും പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നു. മറ്റുള്ളവരുടെ മുൻപില് അച്ഛനെ നാണം കെടുത്തിയതിലായിരുന്നു എന്റെ കുറ്റബോധം അത്രയും. അച്ഛന്റെ മുൻപിൽ വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിരുന്നു. നന്ദു അമ്മയോ എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ വല്ലാതെ ആശിച്ചിരുന്നു. പിന്നെ തീരുമാനിച്ചു ഒക്കെ ഞാൻ തന്നെ അങ്ങ് സഹിക്കാന്ന്. മോളെ, സോറി അച്ഛ, എന്നോട് പൊറുക്കണം. മോളെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. സത്യത്തിൽ ഞാൻ നിന്നോട് വലിയ അകൽച്ച കാണിച്ചു. എനിക്കറിയാം എത്രമാത്രം വേദനിച്ചിട്ടാവും എന്നോട് അച്ഛൻ ദേഷ്യപ്പെട്ടതെന്ന്. പക്ഷെ മോളെ, ആരൊക്കെ നിർബന്ധിച്ചാലും നിന്റെ മനസ്സ് മാറാൻ പാടില്ലായിരുന്നു. അതെ, അച്ഛൻ പറയുന്നത് നേരെ. ഞാൻ ശ്രമിച്ചതാ. പക്ഷെ അച്ഛ അവസാനം ഒപ്പിടുകയല്ലാതെ വേറെ മാർഗമില്ലാതായി പോയി. പ്രഭയും നന്ദനും ഇത്രയും നിന്നെ നിർബന്ധിക്കാൻ എന്താ കാരണം? അതെനിക്കറിയില്ല അച്ഛ. ഒരു കള്ളമോ അഴിമതിയോ ചെയ്യാത്തവരായിരുന്നു രണ്ടുപേരും. തെറ്റായ രീതിയിൽ ഒരു നേട്ടം അവർ ആഗ്രഹിക്കുന്നുമില്ല. അവരെന്തിനാ ഇതിന് വാശി പിടിക്കുന്നത്? കെവിന്റെ ആളാണ് KK നായരെന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ അതെനിക്കത്ര വാസ്തവമായിട്ട് തോന്നുന്നില്ല. മോള് വിഷമിക്കണ്ട, അത് എനിക്ക് വിട്ടേക്ക്. എന്താണ് എന്റെ പറയില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അച്ഛാ, എന്നെ ഇപ്പൊ പേടിപ്പിക്കുന്നത് ഇതല്ല, മറ്റൊരു കാര്യം. എന്താ മോളെ? ഗവൺമെന്റിന്റെ പാർപ്പിട പദ്ധതി ഇല്ലേ? അതെ. അതിന്റെ ഫയല് കാണുന്നില്ല അച്ഛാ. എന്താ മോളെ? അതിന്റെ ഫയലും CM എന്നെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ഒന്നുകൂടൊന്ന് സ്റ്റഡി ചെയ്യാൻ. അത്രയും വിശ്വസിച്ചിട്ടായിരുന്നു ഫയൽ എനിക്ക് തന്നത്. ആ ഫയല് കാണാതായിരിക്കും അച്ഛാ. കാണാതായെന്ന് വെച്ചാ എവിടുന്ന് കാണാതായി? എങ്ങനെ കാണാതായി? കാണാതായിരിക്കുന്നത് ഇവിടുന്ന് തന്നെയാ. ഇവിടുന്നോ? അതെ, ഞങ്ങളുടെ മുറിന്ന്. നിങ്ങളെ മുറിന്ന് കാണാതായെന്ന് വെച്ചാ അത് ഇവിടെ ഉള്ളവരെടുത്തെന്നാണോ? ഒരു എത്തും പിടിയില്ലാതെ നിൽക്കുക ഞാൻ. ആ ഫയൽ എവിടെ പോയിന്ന് ഒരു ഊഹവും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്നും അറിയില്ല.